ഈ വർഷത്തെ ഓണക്കാലത്ത് സപ്ലൈകോയ്ക്ക് മികച്ച വിൽപ്പന നേട്ടം കൈവരിക്കാനായി. ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 25 വരെയുള്ള 35 ദിവസത്തെ കണക്കുകൾ പ്രകാരം സപ്ലൈകോയുടെ ആകെ വിറ്റുവരവ് 433.81 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഓണക്കാലത്തെ സമാനമായ 35 ദിവസത്തെ വിറ്റുവരവ് 385 കോടി രൂപയായിരുന്നു. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ 48 കോടിയിലധികം രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള കാലയളവിലായിരുന്നു 385 കോടി രൂപയുടെ വിറ്റുവരവ് സപ്ലൈകോ നേടിയത്. എന്നാൽ ഈ വർഷം ഓണം ഫെയറുകളിലും സപ്ലൈകോയുടെ വിവിധ വിൽപ്പനശാലകളിലും ഉപഭോക്താക്കളുടെ തിരക്ക് ഗണ്യമായി വർദ്ധിച്ചതാണ് വിറ്റുവരവിലെ മുന്നേറ്റത്തിന് പ്രധാന കാരണമായത്. ഓണക്കാലത്തെ ആവശ്യകത കണക്കിലെടുത്ത് സബ്സിഡി നിരക്കിൽ വിവിധ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കിയതും കൂടുതൽ ഉപഭോക്താക്കളെ സപ്ലൈകോയിലേക്ക് ആകർഷിച്ചു. 35 ദിവസത്തെ ആകെ വിറ്റുവരവിൽ 155.39 കോടി രൂപ സബ്സിഡി ഇനങ്ങളിലൂടെയാണ് ലഭിച്ചത്. ശേഷിക്കുന്ന 278.42 കോടി രൂപ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളുടെ വിൽപ്പനയിലൂടെയാണ് നേടിയത്. സാധാരണ വിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കിയ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് ഓണക്കാലത്ത് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇത്തവണ സബ്സിഡി നിരക്കിലുള്ള വെളിച്ചെണ്ണയുടെ വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 35% കുറച്ചാണ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയത്. വിലക്കുറവും ഓണക്കാലത്തെ പ്രത്യേക ആവശ്യകതയും വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ വിൽപ്പന ഉയരാൻ സഹായിച്ചു. സപ്ലൈകോയുടെ വിൽപ്പനശാലകളിലെത്തിയ ഉപഭോക്താക്കളുടെ എണ്ണത്തിലും ശ്രദ്ധേയമായ വർധനവുണ്ടായി. 35 ദിവസത്തിനിടെ 53.86 ലക്ഷം പേരാണ് സപ്ലൈകോയിൽ നിന്ന് വിവിധ സാധനങ്ങൾ വാങ്ങിയത്. ഓണത്തോടനുബന്ധിച്ച് കുടുംബങ്ങളുടെ വാങ്ങൽ വർദ്ധിച്ചതും സബ്സിഡി സാധനങ്ങൾക്ക് ലഭിച്ച വലിയ ഡിമാൻഡും ഇതിലൂടെ വ്യക്തമാണ്. വിൽപ്പനശാലകൾക്ക് പുറമെ വിവിധ ജില്ലകളിൽ സംഘടിപ്പിച്ച ഓണം ഫെയറുകളും സപ്ലൈകോയുടെ ആകെ വിറ്റുവരവിൽ നിർണായക പങ്കുവഹിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ സംഘടിപ്പിച്ച മെഗാ ട്രേഡ് ഫെയറുകൾ ഉൾപ്പെടെയുള്ള ജില്ലാ ഫെയറുകളിൽ നിന്നായി 5.33 കോടി രൂപയുടെ വിറ്റുവരവാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ജില്ലാ ഫെയറുകളിൽ നിന്ന് ലഭിച്ച വിറ്റുവരവ് 4.82 കോടി രൂപയായിരുന്നു. അതായത് ജില്ലാ ഫെയറുകളുടെ വിറ്റുവരവിലും ഇത്തവണ വ്യക്തമായ മുന്നേറ്റമുണ്ടായി. ജില്ലാ ഫെയറുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം തിരുവനന്തപുരം മെഗാ ട്രേഡ് ഫെയറിന്റേതായിരുന്നു. ഇവിടെ നിന്ന് മാത്രം 94 ലക്ഷം രൂപയുടെ വിറ്റുവരവ് രേഖപ്പെടുത്തി. ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്ക് വിവിധ ഉൽപ്പന്നങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്നതിനും വിലക്കുറവിന്റെ പ്രയോജനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും മെഗാ ട്രേഡ് ഫെയറുകൾ സഹായകമായി. 35 ദിവസത്തെ കണക്കിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവ് രേഖപ്പെടുത്തിയത് ഉത്രാട ദിനത്തിലായിരുന്നു. അന്നേ ദിവസം മാത്രം 27.85 കോടി രൂപയുടെ വിൽപ്പനയാണ് സപ്ലൈകോ നടത്തിയത്. ഓണാഘോഷത്തിന് മുന്നോടിയായുള്ള അവസാനഘട്ട സാധനങ്ങൾ വാങ്ങുന്നതിനായി വൻതോതിൽ ഉപഭോക്താക്കൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ഫെയറുകളിലും എത്തിയതോടെയാണ് ഉത്രാട ദിനത്തിലെ വിൽപ്പന ഇത്രയധികം ഉയർന്നത്. കഴിഞ്ഞ വർഷത്തെ ഓണക്കാല വിറ്റുവരവുമായി താരതമ്യം ചെയ്യുമ്പോൾ സപ്ലൈകോയുടെ ഈ വർഷത്തെ പ്രകടനം വിൽപ്പനയിൽ മാത്രമല്ല ഉപഭോക്തൃ പങ്കാളിത്തത്തിലും മുന്നേറ്റമുണ്ടാക്കിയതായി വ്യക്തമാകുന്നു. സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് നൽകിയ വിലക്കുറവ്, ഓണം ഫെയറുകളുടെ വിപുലീകരണം, വിവിധ ജില്ലകളിലെ പ്രത്യേക വിൽപ്പന പരിപാടികൾ, ഉപഭോക്താക്കളുടെ വർദ്ധിച്ച പങ്കാളിത്തം എന്നിവയാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 35 ദിവസത്തിനിടെ 433.81 കോടി രൂപയുടെ വിറ്റുവരവും 53.86 ലക്ഷം ഉപഭോക്താക്കളുടെ പങ്കാളിത്തവും സപ്ലൈകോയുടെ ഓണക്കാല വിൽപ്പനയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഉത്രാട ദിനത്തിലെ 27.85 കോടി രൂപയുടെ റെക്കോർഡ് വിൽപ്പനയും ജില്ലാ ഫെയറുകളിൽ നിന്നുള്ള 5.33 കോടി രൂപയുടെ വരുമാനവും ഇത്തവണത്തെ ഓണക്കാല വ്യാപാരത്തിന്റെ പ്രധാന നേട്ടങ്ങളായി മാറി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.